അസ്സലാമലൈക്കും. പിന്നെ വീഡിയോ ആയിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, വയ്യ, ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് വരണമെന്ന് വിചാരിച്ചില്ല. എന്നാലും വീഡിയോ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരാമെന്ന് വെച്ചു. പിന്നെ എന്താ പറയേണ്ടത്, ഒരു യൂട്യൂബർ എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടണം, അത് മാത്രമേ എൻ്റെ ചിന്തയുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും മറുപടിയും കാര്യങ്ങളായിട്ടൊന്നും ഒന്നിനുമില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും ഇൻഷാ അല്ലാഹ്. തെളിവുകളും കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം ആയിട്ട് ഞാൻ ഈ അടുത്ത ദിവസം തന്നെ ഇൻഷാ അല്ലാഹ് ആട്ടിൻതോലിട്ട ചെന്നായിൻ്റെ മുഖം മൂടി പറിച്ചറിയാൻ വേണ്ടിയാണ് വരും. അപ്പോൾ ചില മനുഷ്യന്മാരങ്ങനെയാണ്, തെറ്റിദ്ധാരണ പരത്താൻ എന്ത് കളിയും കളിക്കും. എൻ്റെ പൊന്നുമോക്ക് വേണ്ടിയിട്ട് 10 കൊല്ലം നടന്നിട്ട് അത് കഥയും സ്റ്റോറിയും സിനിമയും ആക്കാൻ നടക്കുന്നവർക്ക് നിസ്കാരം പോലും നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്ത് മനുഷ്യ സ്നേഹം. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചില മനുഷ്യന്മാരങ്ങനെയാണ്. മാവിലെ കല്ലെറി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടുംപുറത്തുകാരനായ വിവരമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എന്താ പറയുക, ബുദ്ധി കൂടിപ്പോയാലും പ്രശ്നമല്ല അല്ലേ. ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പാടില്ല, അത് തെളിയിച്ചു കൊടുക്കലാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വേറെ ഒന്നല്ല കേട്ടോ, വേറെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. എൻ്റെ മോളെ വിഷയം തന്നെ, അതിൽ പ്രതിനെ കുറിച്ചിട്ട് പ്രതിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞത് ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെ ബുദ്ധിയുടെ കൂടുതലുണ്ടാകും. അപ്പം അതിൻ്റെ പേരിൽ എൻ്റെ മോളെ കിട്ടുന്നതാറ്റം ഇല്ലാതായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് പച്ചക്ക് തന്നെ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു മനുഷ്യൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നത് അത് ഏതർത്ഥത്തിലാണെങ്കിലും അത് ശരിയല്ല. അപ്പോൾ എൻ്റെ മോളെ കിട്ടാനുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അത്രയും സന്തോഷത്തിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷകൾ റബ്ബ് എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി തരട്ടെ. സത്യങ്ങൾ പുറത്തു വരുമ്പോൾ, നമ്മളെ മനസ്സിൽ പോലും കാണാത്ത ആൾക്കാരെ മുഖം മൂടി പുറത്തു വരുമ്പോൾ, എനിക്കെതിരെ ശബ്ദിച്ച ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ മറികണ്ടും ചാടരുത്, അവിടെ തന്നെ നിന്നാൽ മതി കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ മോളെ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എത്രത്തോളം എന്ന് എനിക്ക് മാത്രം അറിയാം. അതുപോലെ തന്നെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം നടക്കുന്നുണ്ടെന്നത് അതും എനിക്കറിയാം. അതൊന്നും ആരെയും ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലായ 10 കൊല്ലം എൻ്റെ മോളെ കേസ് കേട്ട് മറക്കാണ്ട് പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണെന്ന നിലയിൽ അത് റബ്ബിൻ്റെ മുന്നിൽ മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പഠിച്ചത്. അതിന് പഠിച്ചവനോട് സമാധാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളെ കിട്ടട്ടെ. അതൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ പ്രതീക്ഷ.
അപ്പം മറുപടി ഒന്നും ഞാനില്ല. ഇൻഷാ അള്ളാ അത് കാണിച്ചു കൊടുക്കും. എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. കാരണം ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞ് കളിക്കാന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. എൻ്റെ മോളെ കേസിട്ടാന്ന് എൻ്റെ അത്ര വിഷമം ഒരുത്തനും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വൈഫിനും അത്രത്തോളം വിഷമമുണ്ട്. ഇൻഷാ അള്ളാ ഇന്നല്ലെങ്കിൽ നാളെ 2 ദിവസത്തിനുള്ളിൽ ഓളും വീഡിയോയിൽ വരും. ഓള് കാര്യങ്ങൾ പറയും. എല്ലാം പറയും. ഓളെല്ലാം പറഞ്ഞു തരും. പിന്നെ ഓളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. ഞാൻ ഇരുത്തി തന്നെ ഓള് ചോദിക്കും. കാരണം എൻ്റെ കുട്ടിയുടെ കേസിൽ ഞാൻ ചെയ്തതും എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഓള് തന്നെ പറയും. ഓളെ വീഡിയോന് മുമ്പിൽ കൊണ്ടുവരാത്തതിൻ്റെ കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല. കുട്ടിയുടെ കാര്യം എന്താ പറയണ്ടേ, അത്രത്തോളം അവസ്ഥയിലെത്തിയിട്ട് എവിടെ എത്താതെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷ കൊടുത്ത ഈ പറയുന്ന പോലെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ അവരെ കളികൾ കാരണം മനസ്സ് വല്ലാണ്ട് വേദനിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പിന്നെ ഇൻഷാ അള്ളാ ആരും ഒന്നും വിചാരിക്കരുത്. അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുകയല്ല. എൻ്റെ മോളെക്കുറിച്ച് ഒരു വ്യക്തി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയൂ, ആ കുടുംബത്തിന് മാത്രമേ അറിയുള്ളൂ. എൻ്റെ കുടുംബത്തിനെ വളരെ മോശമായിട്ട് പറഞ്ഞത് കൊണ്ട് ഇൻഷാ അള്ളാ അത് ഞാൻ എന്തായാലും ഞാൻ കാണിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ മോളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത ആൾക്കാരൊക്കെ റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. ആ റീച്ചിന് വേണ്ടി ഞാനും സത്യം പറഞ്ഞാൽ ഞാനും റീച്ചല്ല എൻ്റെ ഉദ്ദേശം. റീച്ചിന് കാര്യമൊന്നുമില്ല. എൻ്റെ കുട്ടീൻ്റെ കേസിട്ട് പറഞ്ഞാൽ എന്തായാലും പബ്ലിസിറ്റി ആകുമെന്ന് എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ചെയ്തത് എനിക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വരുമാനം വരികയാണെങ്കിൽ തന്നെ ഇൻഷാ അള്ളാ അത് എൻ്റെ മോളെ ഇന്നല്ലെങ്കിൽ നാളെ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹമാണ്. അപ്പോൾ അത് എൻ്റെ മോളെ കേസ് കെട്ടിന് എടുക്കുക. വേറെ ആരെയും കാല് പിടിച്ച് പിരിച്ച് മറ്റേതാക്കി എന്നുള്ളൊരു പേര് വേണ്ടല്ലോ. അതുകൊണ്ട് തുടങ്ങിയ അതുകൊണ്ട് ആ ഒരു ഇത് എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ എൻ്റെ മോളെ കേസ് കെട്ടിന് എനിക്ക് ഉപകാരപ്പെടും. അപ്പം വേറെ റീച്ച് കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമില്ല. അതെൻ്റെ മോളെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ചിലപ്പോൾ ഞാൻ നിർത്തിക്കളയും. കാരണം മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വലിയ സന്തോഷം എനിക്കൊന്നുമില്ല. അതെനിക്ക് വേണ്ടതാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടെന്നല്ലോ. എൻ്റെ മോളെ കുറച്ച് കാലം എന്തായാലും ഉണ്ടാവും. കാരണം എൻ്റെ മോളെ കിട്ടിയാൽ അതിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ കുറച്ച് കാലം പിന്നെ എൻ്റെ മോളാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട. മറ്റുള്ളവർക്കത് റീച്ചും പബ്ലിസിറ്റിയൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ സമയം 12 മണിയായി. 12 മണിയായി, ഉറക്കമൊന്നും വരുന്നില്ല. ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതന്നെ സംഭവം. അതായത് ഉറക്കമൊന്നും വരുന്നില്ല. കാരണം അടുത്തെത്തിയ പോലൊരു തോന്നൽ. 12 വയസ്സിൽ എൻ്റെ മോളെ കിട്ടുമെന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 12 വയസ്സിന് 2.5 മാസം കൂടിയുള്ളൂ. അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളല്ല, നല്ല വിശ്വസിക്കാൻ പറ്റിയ അള്ളാഹുവിനോട് അടുത്ത ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിച്ച് എനിക്ക്. കാരണം എൻ്റെ മോളെ അതിന് ഇത്ര പ്രായത്തിൽ കാണാതാവുമെന്നും പറഞ്ഞിട്ടുണ്ട്, ഇത്ര വയസ്സിനുള്ളിൽ കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, ഒരു ഉറക്കമൊന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നല്ലോണം ഉണ്ട്. ഇൻഷാ അള്ളാ കിട്ടും. എൻ്റെ മോളെ കിട്ടാതിരിക്കില്ല. ഈ എൻ്റെ 12 വയസ്സിൽ എൻ്റെ മോളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞതാണ്, വേറെ ആരും പറഞ്ഞല്ല. അതൊക്കെ എൻ്റെ കഥയാണ്. എൻ്റെ കഥകൾ, എൻ്റെ ജീവിതം കഥയാക്കിയിട്ട് പറയുന്നവർക്ക് അതൊന്നും അറിയില്ല. അവർക്കത് കണ്ടെത്തി അങ്ങനെ ആക്കി എന്നുള്ള രീതിയിലാക്കി കൊണ്ടുപോകാൻ നല്ല കഴിവാണ്. അപ്പം ഇൻഷാ അള്ളാ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പുലരുമ്പോൾ എൻ്റെ മോളെ എൻ്റെ കൈമ കിട്ടിയ ഒരു വാർത്തയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. വിവാദങ്ങളൊക്കെ അങ്ങനെ പോട്ടല്ലേ. പിന്നെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. എന്തായാലും റബ്ബ് കാക്കട്ടെ, ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും ദ്വാരക്ക. എനിക്ക് ഉറക്കം വരുന്നില്ല. ഇനിയിപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തിട്ടേ ഉറങ്ങാൻ പറ്റും. ഉറക്കമൊന്നും വരുന്നില്ല, കണ്ണെല്ലാം എന്തെല്ലോ ആയിട്ടുണ്ട്, ജലദോഷമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇൻഷാ അള്ളാ 2 ദിവസത്തിനുള്ളിൽ എല്ലാ വിവാദങ്ങൾക്കും മറുപടി ആയിട്ട് ഈ ഒരു ചാനലല്ലെങ്കിലും വേറൊരു ചാനലിൽ ഇൻഷാ അള്ളാ ഞാൻ വരും. കാരണം എനിക്കെതിരെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ
എൻ്റെ നാട്ടിൽ പോലും എൻ്റെ നാട്ടുകാരെ കുറിച്ച് പോലും പറഞ്ഞ് അതൊക്കെ വെറും കള്ളത്തരാണ്. പിന്നെ ഇത് ജനങ്ങളെ കണ്ണിൽ എൻ്റെ മോൾക്ക് വേണ്ടി 10 കൊല്ലം നടന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കേട്ടിട്ട് അത് വീഡിയോ ചെയ്ത വ്യക്തി എന്നെക്കുറിച്ച് പറഞ്ഞ നുണക്കഥകൾ വിശ്വസിക്കാൻ മാത്രം അത്രത്തോളം മണ്ടന്മാരല്ല മനുഷ്യന്മാരെന്ന് തെളിയിക്കാൻ മാത്രം ഞാൻ വരും ഇൻഷാ അല്ലാഹ്. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒന്നും എനിക്ക് വേണ്ട. മനുഷ്യന്മാരെ മനസ്സ് ചൂഴ്ന്നെടുക്കാൻ പറ്റില്ല, പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ അയച്ചതും ഇതാക്കിയൊന്നും ഞാൻ എനിക്ക് വേണ്ടി ഡിലീറ്റ് ആക്കിയില്ല, ഒരിക്കലും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം എനിക്കെൻ്റെ മനസ്സിൽ കള്ളത്തരമില്ലായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച കള്ളന്മാർക്ക് അതൊക്കെ സേവ് ചെയ്ത് വെക്കാനുള്ള മനസ്സുണ്ടാവും. കള്ളന്മാരങ്ങനെയാണ്, അവരിന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന് അറിയുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇതെടുത്ത് വെക്കും. നമുക്ക് മനസ്സിൽ നമ്മളെ സത്യസന്ധതകളുണ്ട്, അതൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ആട്ടിൻതോലിട്ട ചെന്നായിൻ്റെ മുഖം മൂടി ഞാൻ പറിച്ചറിയും 2 ദിവസത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അതിനെതിരെ എൻ്റെ കുട്ടീൻ്റെ വീഡിയോ പിന്നെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തംബ്നെയിലിൽ പല ഇത് എഴുതി വിട്ട ആൾക്കാർക്കൊക്കെ നിയമപരമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഇത് അടുത്തുണ്ട്, കിട്ടിക്കോളും. അപ്പോൾ ഒരു മനുഷ്യനെ എന്താ പറയണ്ടേ, കള്ളനാക്കുന്നതിലും ഒരു മനുഷ്യൻ്റെ വേദന തന്ന് ജീവിക്കുന്നതിലും സുഖം കണ്ടെത്തിയവർക്ക് ആ വേദന ഒന്നും മനസ്സിലാവില്ല. അത് നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളെ മക്കൾക്കോ സംഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവും. എന്നെ സ്നേഹിക്കുന്നവർക്കല്ല, എനിക്ക് ബാഡ് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നിങ്ങൾക്ക് സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. അതിനപ്പുറത്ത് നിങ്ങൾക്ക് സുഖം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ആൾക്കാരെ കയറ്റി വെക്കാനുള്ള ഇതായിരിക്കും. എന്തായാലും ഉറങ്ങിക്കോ നീ, അവൻ ഉറങ്ങിക്കോട്ടെ. അവൻ്റെ ഉറക്കം ഇനി മുതൽ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് നല്ല രീതിക്കായിരിക്കും. പല രീതിക്ക് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കും ഒരു പാഠം തന്നെയാണ്. എനിക്കെതിരെ ആവശ്യമില്ലാത്ത ഇതേപോലത്തെ കമൻറ്റ് വിട്ട് വരുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാ മനുഷ്യനെയും എപ്പോഴും താഴ്ത്തിക്കെട്ട, അല്ലെങ്കിൽ എല്ലാ മനുഷ്യനെയും എപ്പോഴും ഇതാക്കുക, നാണം കെടുത്താന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് വിരിഞ്ഞ തകരയായിരിക്കും, പക്ഷെ ആ തകര വിരിയുന്നതിനും പല ലക്ഷ്യങ്ങളുണ്ടാവും അള്ളാൻ്റെ മുന്നിൽ. അപ്പോൾ മറക്കണ്ട, എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, പിന്നെ എൻ്റെ മോളെ കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദുആ ചെയ്യണം. ഞാനും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ, ഇത് പറഞ്ഞിട്ട് വരാൻ പേടിച്ചിട്ടൊന്നല്ല കേട്ടോ, ഒരു പേടിയില്ല, അങ്ങനത്തെ ഒരു പേടിയില്ല. മേലെ അള്ളാഹ്, താഴെ മേലെ ആകാശം, താഴെ ഭൂമി, അതും മേലായ റബ്ബെല്ലാം കാണുന്നതല്ല. തവക്കൽത്തു അലല്ലാഹ് എന്നൊരൊറ്റ നിയത്തേ ഉള്ളൂ. അപ്പോൾ അതിന് പവറുണ്ടോ എന്ന് നമുക്ക് കാണാം. അള്ളാൻ്റെ കഴിവിന് പരീക്ഷിക്കുന്നവർക്ക് അള്ളാൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അത്രേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.